കൊച്ചി വൈപ്പിനിൽ അക്രമികൾ വീട് കത്തിച്ചു. വൈപ്പിന് സ്വദേശി ജോൺസന്റെ വീടാണ് കത്തിച്ചത്. പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, എന്താണ് ഈ ആക്രമണ കാരണം? ഈ വീടിന് തീവച്ച സമയത്ത് വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണ്യ, അതായത് ജോൺസൺ എന്ന് പറയുന്ന ഒരാളുടെ വീടിനാണ് തീയിട്ടിരിക്കുന്നത്. ഇദ്ദേഹം ആരുമായി ഒരു തർക്കത്തിന് പോകുന്ന വ്യക്തിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രായമായ അമ്മയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അക്രമി എന്തോ ഒരു ലൈന്, പെട്രോൾ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്നുള്ളതാണ് നാട്ടുകാരുടെ നിഗമനം. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ആ അക്രമി വന്ന് ഇതിന് തീയിട്ട ശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന വ്യക്തി ആരോടും അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകുന്ന ആളോ അല്ലെങ്കിൽ ഒരു കുഴപ്പക്കാരനോ ഒന്നുമല്ല. സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ഗൃഹനാഥൻ മാത്രമാണ്. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ഇത് വീടിന് ചുറ്റും എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പെട്രോളോ മറ്റെന്തോ ലൈനിയാണ്. അതെന്തോ ഒഴിച്ചതിന് ശേഷം, ചുറ്റും ഒഴിച്ചതിന് ശേഷം വീടിന് തീയിടുകയായിരുന്നു. 3 പേരായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വീട് ഇത് എത്ര മണിക്കാണ് തീ പിടുത്തുണ്ട്? രാത്രി 1 മണിയല്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്ന അവൻ തന്നെ പറഞ്ഞാണ്. ഈ ആളുകളൊക്കെ അപ്പൊ ഈ പരിസരവാസികളൊക്കെ എണീറ്റ് വന്നു വന്നു അയൽവക്കത്ത് എല്ലാവരും. കാരണം എന്റെ ശബ്ദം കേട്ടായിരുന്നു, പൊട്ടണ ശബ്ദം കേട്ട് എണീറ്റ് വന്നാണ്. എല്ലാവരും വീട്ടുകാർ അവൻ പിന്നെ പെങ്ങളെ വിളിച്ചു, ഭാര്യയും മകളും ഉണ്ട്, അവരെയൊക്കെ വിളിച്ചു. അയ്യോ, എന്റെ ഫോട്ടോ എടുക്കണം. എന്ത് കൊച്ചി വൈപ്പിനിലാണ് ജോൺസൺ എന്നയാളുടെ വീട് അക്രമികൾ കത്തിച്ചത്. ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. ഇന്ന് പുലർച്ചെ 1:30-ഓടെയായിരുന്നു ഈ സംഭവം. ഈ ആക്രമണത്തിൽ വീട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഉൾഭാഗങ്ങളെല്ലാം തീ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സഹിനുണ്ട്. സഹിൻ, ഈ പോലീസിൽ ഈ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടോ? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെയുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കും. അതാണ് ഞാൻ അപ്പുറത്തെ മെമ്പറാണ്. വാർഡ് മെമ്പർ അവിടെ ഉണ്ട്. 1 മണിയായപ്പോഴേ ആരോ ആ ജനലിൽ കൂടി എന്തോ എറിഞ്ഞെന്നാ പറയണ. കത്ത് പിടിച്ച മണം കേട്ട് ജോൺസൺ ഉണന്ന് അമ്മനെയും ഭാര്യനെയൊക്കെ വിളിച്ചു. എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി അപ്പോഴത്തേനും ഫയർഫോഴ്സും വിളിച്ച് അവരൊക്കെ വന്ന് കത്ത് ഇതാക്കിയെന്നാ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞേക്കണം. ആർക്കൊരു വ്യക്തതയില്ലല്ലേ? നമുക്കറിയില്ല. അവര് വന്നം. അതെ, ആ ചേച്ചി അവിടെ കോൺവെന്റിൽ ഭക്ഷണം കഴിക്കാൻ വെക്കണം. സിനി ഇങ്ങോട്ട് വന്നാൽ മതി. അവള് പറഞ്ഞു ഞാൻ പറയാം. ജോൺസൺ ഇവിടെ വേറെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാണ്. ഇത്രയും കാലത്തിനകത്ത് ഞാൻ ചെറുപ്പം മുതൽ അറിയുന്ന ആളാണ്. സാധാരണ ഒരു കുടുംബമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരാൾക്കും ഒന്നും ചെയ്തതായിട്ട് ഇതിന്റെ ചരിത്രത്തിൽ അറിയില്ല. അപ്പൊ ഞാൻ പഴയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി എനിക്കറിയാവുന്ന വ്യക്തിയാണ്. മെമ്പർ ഇവിടെ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇതിന് അഭിപ്രായം ഒരുക്കും. മൊത്തത്തിൽ ഞാൻ കേന്ദ്ര സമിതി സെക്രട്ടറിയാണ് പള്ളിയുടെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് പോലും ഇതുവരെ കിടാത്ത എന്താണ് ഇതിന്റെ പിന്നിലെന്ന് സംഭവിച്ചതെന്നുള്ള വ്യക്തമായിട്ട് കണ്ടെത്തണം. ഇതല്ലെങ്കിൽ നാളെ ഇതിലും വലുതൊക്കെ ഇനിയും ആവർത്തിക്കും. എന്തായാലും ഇവിടുത്തെ BJP ജില്ലാ പ്രസിഡന്റ് കൂടിയുണ്ട്. ഷൈജു ഇവിടുത്തെ ഈ നാട്ടുകാരൻ കൂടിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് വൈപ്പിൽ? നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനത്തെ സംഭവമില്ല. ജോൺസനെ സംബന്ധിച്ച് വളരെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനം, ഉജാലയുടെ ഏജൻസി എടുത്തു, ലോഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ നടത്തി അദ്ദേഹത്തിന്റെ ജീവിതം കരിപ്പിടിപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യമാണത്. ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഭീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ. കാരണം പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും അവർ രാഷ്ട്രീയ സമയത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വളരെ അത്ഭുതത്തോട് കാണുന്നത്. ആരായാലും ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതിനകത്ത് ഇവിടെ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ജോൺസന്റെ കുടുംബം ഇന്നിപ്പോ അമ്മനെ കാണുമ്പോൾ സത്യം വിഷം വരെയാണ്. അമ്മ ഇന്ന് എന്താ പറയുന്ന ടോയ്ലറ്റിൽ പോകാനും പല്ല് വെക്കാനും ബ്രഷ് പോലും ഇല്ലാതെ സിസ്റ്റർ അമ്മനെ കൊണ്ടുപോയിരിക്കണം വീട്ടിലേക്ക്. ഇവിടുന്ന് കരയായിരുന്നു പാവം പുറത്തിരുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള ഇതാണ്. എന്തായാലും ഇത് നമുക്കിത് സഹിക്കാൻ പറ്റുന്ന സംഭവമല്ലത്. എന്ത് സംഭവിച്ചത്? ഞാൻ ഇവിടുത്തെ ചേട്ടനൊരു വേണിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പൊ ആ പറഞ്ഞ സമയത്ത് ഞാൻ ഓടി എത്തിയതാണ്. അപ്പൊ ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല. ഈ അക്രമി ഓടിക്കളഞ്ഞതാണോ പറയുന്നത്?
അല്ല എനിക്കത് വ്യക്തമായിട്ട് അതിന്റെ ഞാനിപ്പോ എത്തിയല്ലേ ഉള്ളൂ, ജസ്റ്റ് എത്തിയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് വല്ലാത്തൊരു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മളെ ഇവിടെ ആ ആളുകൾക്കൊന്നും പറ്റാതിരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അവരുടെ ജീവൻ പോലും അപകടത്തിൽ ആകും എന്നുള്ളൊരു ആ രീതിയിലാണ് ഇപ്പൊ ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെയാണ് അരുണി. എന്തായാലും ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി പരിസരവാസിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു സംഭവം വൈപ്പിൻ സ്വദേശിയുടെ വീട് അക്രമികൾ പാതിരാത്രി തീ വെച്ച് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 ആയിരുന്നു സംഭവം. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.